ക്രൈസ്തവ വിശ്വാസത്തെ പരസ്യമായി അവഹേളിച്ച ചെമ്മന്തൊട്ടിയുടെ മണ്ണിൽ ഇന്ന് KCYM യുവജനങ്ങൾ പ്രതികരിക്കുകയാണ്. പ്രതിഷേധം പ്രതിഷേധം KCYM പ്രതിഷേധം പ്രതിഷേധിക്കുക പ്രതിഷേധിക്കുക പ്രതികരിക്കുക നാട്ടാരെ ഊരാരെയും സൂനാരെയും കുത്തീനായും കാപ്പയും വിശ്വാസത്തെയും പ്രതീകങ്ങളെ തൊട്ടുകളിക്കാൻ നിൽക്കുന്നെങ്കിൽ വിട്ടുതരില്ല കട്ടായം. പ്രതിഷേധം പ്രതിഷേധം KCYM പ്രതിഷേധം 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 KCYM പ്രതിഷേധം 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 KCYM പ്രതിഷേധം പ്രതിഷേധിക്കുക പ്രതിഷേധിക്കുക പ്രതികരിക്കുക നാട്ടാരെ ഊരാരെയും സൂനാരെയും കുത്തീനായും കാപ്പയും വിശ്വാസത്തെയും പ്രതീകങ്ങളെ തൊട്ടുകളിക്കാൻ നിൽക്കുന്നെങ്കിൽ വിട്ടുതരില്ല കട്ടായം. പ്രതിഷേധം പ്രതിഷേധം KCYM പ്രതിഷേധം 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 KCYM പ്രതിഷേധം. ചെമ്മന്തൊട്ടിയെ സംബന്ധിച്ചിടത്തോളം ചെമ്മന്തൊട്ടിയിൽ മറ്റു പ്രശ്നങ്ങളൊന്നുമില്ലാതെ മുൻപോട്ട് പോയിരുന്ന ഒരു സാഹചര്യത്തിൽ സാമൂഹ്യ വിരുദ്ധരുടെ ഏറ്റവും ഹീനമായ ഇടപെടൽ കൊണ്ട് നിങ്ങൾക്കറിയാം, ഞങ്ങൾ മുദ്രാവാക്യത്തിൽ സൂചിപ്പിച്ചിരുന്നു, ഊറാറയും സൂനാറയും കൊത്തീനയും കാപ്പയും ഒന്നും കേവലം വസ്ത്രങ്ങൾ മാത്രമല്ല, നേരെ മറിച്ച് അത് ഞങ്ങളുടെ വിശ്വാസത്തിൻ്റെ പ്രതീകങ്ങൾ കൂടിയാണ്. ക്രൈസ്തവ വിശ്വാസത്തെ മുറിവേൽപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെതിരെ ശക്തമായി പ്രതിഷേധിക്കുവാൻ, അതിനെതിരെ ശക്തമായി പ്രതിരോധിക്കുവാൻ കേരള കത്തോലിക്ക ധാർമ്മിക യുവജന പ്രസ്ഥാനം എല്ലാ കാലത്തും മുൻപന്തിയിലുണ്ട്. ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള സാമൂഹ്യ ദ്രോഹികളെ നിയമത്തിൻ്റെ മുൻപിൽ കൊണ്ടുവരണം. ആ നിയമത്തിൻ്റെ മുൻപിൽ കൊണ്ടുവരുന്നത് വരെ ശക്തമായ പ്രതിരോധ പരിപാടികളുമായി തന്നെ KCYM മുൻപോട്ട് പോകും. ക്രൈസ്തവരുടെ ഭൂരിപക്ഷമുള്ള ഈ ചെമ്മന്തൊട്ടിയിൽ ഇങ്ങനെയൊരു പ്രവർത്തനം നടന്നതിൽ നിങ്ങൾ എങ്ങനെ നോക്കിക്കാണുന്നത്? പ്രസിഡന്റ് അല്ലേ? നമ്മുടെ പള്ളി എന്ന് പറഞ്ഞാൽ നമ്മൾ വിശ്വാസങ്ങളും ആയിട്ട് നടക്കുന്നതാണ്. അതിലേക്കാണ് ഇവർ കടന്നു കയറിയത്. നമ്മുടെ സ്കൂളും പള്ളിയും ഇതെല്ലാം ഇവർ ആക്രമിക്കുന്നത്. നമ്മളെ ഏറ്റവും വിശുദ്ധവും വിശ്വാസവുമായി കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഊരാറയാണ് അവർ ക്ലോസറ്റ് എന്ന് തന്നെ പറയുന്നത്. അത്രയും മലിനമായ സ്ഥലത്താണ് അവരവിടെ നിക്ഷേപിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇവിടെ നമ്മുടെ ചെമ്മന്തൊട്ടിയിൽ നമ്മുടെ സ്കൂൾ കലോത്സവം അരങ്ങേറുകയുണ്ടായിരുന്നു. 4 ദിവസത്തെ ആ ഒരു ഇതിനിടയിൽ നമ്മളെല്ലാവരും അതിനുവേണ്ടി പ്രവർത്തിച്ച ആൾക്കാരാണ്. അതിൻ്റെ ഫുഡിൻ്റെ കാര്യങ്ങൾക്കായി കഴിഞ്ഞാലും എല്ലാ യുവജനങ്ങളും ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. അതുപോലെ ഈ ചെമ്മന്തൊട്ടി നാട്ടിലെ ഈച്ച് ആൻഡ് എവരി വൺ എന്ന് തന്നെ പറയാം. ഓട്ടോക്കാരാണെന്നുണ്ടെങ്കിൽ അവരവരുടേതായിട്ടുള്ള കാര്യങ്ങൾ, ബാക്കിയുള്ള ചേട്ടന്മാരാണെന്നുണ്ടെങ്കിൽ അവരവരുടേതായിട്ടുള്ള കാര്യങ്ങളിലെല്ലാം അവരുടേതായിട്ടുള്ള കാര്യങ്ങളിൽ മുഴുകിയിരുന്ന സമയത്ത് ആരും നമ്മുടെ പള്ളിയുടെ അങ്ങോട്ട് ശ്രദ്ധിക്കാതിരുന്ന ആ ഒരു ഇടവേളയിൽ നമ്മൾ എല്ലാവർക്കും, അതായത് പള്ളിയിൽ ജാതിഭേദമന്യേ ആർക്കും പ്രവേശിക്കാം, ആർക്കും അവിടെ ഇരിക്കാം, നമ്മൾ ആരെയും ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മളിത് ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ സാധാരണ ഊറാറ കുമ്പസാരക്കൂട്ടി തന്നെ വെച്ചിട്ട് പോക്കലാണ്. അത് വർഷങ്ങളായിട്ടും അങ്ങനെ തന്നെയാണ്. നമ്മളാരും ഇങ്ങനൊരു സംഭവം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിട്ട് പോലുമില്ല, മനസ്സിൽ പോലും കരുതിയിട്ടില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കെ ഈ ഊറാറ കാണാതെ പോവുകയും പിന്നീട് അത് ടോയ്ലറ്റിൽ നിന്ന് കണ്ടെടുക്കുക എന്നൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അത് വളരെ വേദനാജനകമായ ഒരു കാര്യമാണ്. അതിനെതിരെ യുവജനങ്ങൾ എന്നുള്ള രീതിയിൽ ഞങ്ങളുടെ മനസ്സിലുണ്ടായ ഒരു മുറിവുണ്ട്. അപ്പം നമ്മൾ ഇത്രയും കാലം ഇവിടെ ഈ പള്ളിയിൽ ഈ വിശ്വാസത്തിൽ നിന്നിട്ട് ഇതിനെതിരെ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ഞങ്ങളുടെ ഒരു വലിയൊരു പ്രശ്നം തന്നെയായിട്ട് തന്നെ നമുക്ക് ഏറ്റെടുക്കാമായിരുന്നു. സോ അതുകൊണ്ട് ഞങ്ങൾ ഇന്നൊരു പ്രതിഷേധ പ്രകടനം എന്നുള്ള രീതിയിൽ, അതായത് ഇവിടുത്തെ യുവജനങ്ങൾ, ചെമ്മന്തൊട്ടി ഫൊറോനയിലെ യുവജനങ്ങളാണ് ഇന്ന് ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നത്. എല്ലാവർക്കും ഒന്നും എത്താൻ പറ്റിയിട്ടില്ല. ഇന്നത്തെ കാലാവസ്ഥ കാരണം കുറേ പേര് വഴിയിൽ നിന്ന് വെച്ച് തിരിച്ചു പോയിട്ടുണ്ട്. അങ്ങനെ പ്രതികൂല സാഹചര്യങ്ങൾ ഇപ്പോൾ ഇവിടെ എത്തിച്ചേർന്ന് ഇത്രയും യുവജനങ്ങളുണ്ട്. ഞങ്ങൾക്കെല്ലാം പറയാനുള്ളത് ഇതിന് കാരണക്കാരായ ആൾക്കാരെ ഉടനെ തന്നെ കണ്ടെത്തണമെന്നും അതുപോലെ തന്നെ പോലീസിന് നമ്മൾ പരാതികൾ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. വേഗം തന്നെ ഇവരെ കണ്ടെത്തുകയും ഇനി ഒരിക്കലും ഒരു പള്ളിയിലും, ഇത് കേരളത്തിൽ നിന്നല്ല എവിടെ ആയിക്കഴിഞ്ഞാലും, ഒരു ക്രൈസ്തവ ദേവാലയത്തിലും അല്ലെങ്കിൽ ഏത് മതത്തിൻ്റെ ആണെന്നുണ്ടെങ്കിലും അതിൻ്റെ പ്രതീകങ്ങളെ, ചിഹ്നങ്ങളെ ഒന്നും അവഹേളിക്കാൻ ഇനി ആർക്കും തോന്നരുത്. അത്തരത്തിലുള്ള മാതൃകാപരമായ ശിക്ഷ നൽകിക്കൊണ്ട് തന്നെ
ഇതിനെ ഏറ്റെടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ക്രൈസ്തവരെ സംബന്ധിച്ചുള്ള ഒരിക്കലും നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു പ്രവൃത്തിയല്ല ഇവിടെ നടന്നിരിക്കുന്നത്. തീർച്ചയായും ഫൊറോന പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ ഈ നമ്മുടെ ക്രൈസ്തവ വിശ്വാസം അനുസരിച്ച് തീർത്തും ഒരു വസ്ത്രമായി മാത്രം കാണാൻ സാധിക്കാത്ത നമ്മുടെ തിരുവസ്ത്രങ്ങളെയാണ് ഇവിടെ അപമാനിക്കപ്പെട്ടിരിക്കുന്നത്. അതിലേറ്റവും പ്രധാനമായിട്ടും ഏത് കൂദാശകർമ്മവും പരികർമ്മം ചെയ്യാൻ വൈദികൻ ഉപയോഗിക്കുന്ന നമ്മുടെ ഊറാറയെ തന്നെ ഇവിടെ അപമാനിക്കപ്പെട്ടിരിക്കുന്നു. തീർച്ചയായും നമ്മളതിൽ പ്രതിഷേധം രേഖപ്പെടുത്തേണ്ടത് ഒരു കത്തോലിക്ക വിശ്വാസി എന്ന നിലയിൽ, അതിലുപരി വളർന്നു വരുന്ന യുവജനങ്ങൾ എന്ന നിലയിൽ നമ്മൾ വളരെ കടപ്പെട്ടിരിക്കുന്നു. അതിൻ്റെ തെളിവായിട്ടാണ് ഇന്ന് ഇത്രയും യുവജനങ്ങൾ ഇവിടെ ഒത്തുചേർന്നതും ഈ പ്രതിഷേധ സംഗമത്തിൽ പങ്കെടുത്തതും. കുറച്ച് വൈകിയെങ്കിലും തീർച്ചയായും ഞങ്ങൾ മനസ്സിലാക്കുന്നു ഇത് ശക്തമായ ഒരു പ്രതിഷേധം തന്നെയാണെന്നും ഇതിൻ്റെ ആവശ്യകത വളരെ വലുതാണെന്നും ഞങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഈ വൈകിയ വേളയിലും ഇവിടെ ഒത്തുചേർന്ന് ഞങ്ങളെല്ലാവരും ഈ പ്രതിഷേധം സംഘടിപ്പിച്ചത് ക്രൈസ്തവ വിശ്വാസത്തിൽ ഇനി ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ആരുടെ ഭാഗത്തുനിന്നും ഉണ്ടാവാതെ ഇരിക്കാൻ വേണ്ടിയും നമ്മുടെ വിശ്വാസത്തെ സംരക്ഷിക്കുക എന്നുള്ള ഉത്തരവാദിത്വം മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തലും കൂടെ ഞങ്ങൾ ഈ പ്രതിഷേധത്തിലൂടെ ആഗ്രഹിക്കുന്നു. തീർച്ചയായും ആർക്കും ഇത്തരത്തിലുള്ള ഒരു പ്രവൃത്തിയിലേക്ക് കടന്നു വരാൻ ഇനി തോന്നാതിരിക്കട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. യഥാർത്ഥത്തിൽ ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ വലിയൊരു മുറിപ്പെടലാണ് ഇന്നിവിടെ സംഭവിച്ചിരിക്കുന്നത്, കഴിഞ്ഞ ദിവസങ്ങളിൽ സംഭവിച്ചിരിക്കുന്നത്. നിരവധി ആളുകളിൽ ചെമ്മന്തൊട്ടി മുഴുവനിലും പെട്ടെന്നൊരു അഗാധമായ പ്രശ്നമുണ്ടാക്കിയ, ആർക്കും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു വലിയ ഒരു വിശ്വാസത്തെ അവഹേളിക്കലായിരുന്നു കഴിഞ്ഞ ദിവസം ഊറാറ ശുചിമുറിയിൽ നിന്ന് കണ്ടെത്തിയത്. അപ്പോൾ നിരവധി യുവജനങ്ങളാണ് ഇപ്പം എന്നോടൊപ്പം ചേരുന്നത്. അവർ പ്രതിഷേധിക്കുവാൻ വേണ്ടി ഈ ചെമ്മന്തൊട്ടി മണ്ണിൽ ഇവിടെ ഒത്തുചേർന്നത്. പന്തം കൊളുത്തിക്കൊണ്ടുള്ള വിശ്വാസത്തെ മുറുകെ പിടിച്ചുകൊണ്ടുള്ള, ഞങ്ങൾക്ക് ഇനിയും ക്രൈസ്തവ വിശ്വാസം, ക്രിസ്തുവിനെ പ്രഘോഷിക്കാൻ ആർക്കും എൻ്റെ ക്രിസ്തുവിനെ അവഹേളിക്കുവാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ ക്രിസ്തുവിനെ ഈ ചെമ്മന്തൊട്ടി മണ്ണിലൂടെ അവർ ഉയർത്തിപ്പിടിച്ച ഒരു വലിയൊരു വിശ്വാസ ജാഥയായിരുന്നു, അവരുടെ പ്രകടനമായിരുന്നു നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രതിഷേധം പ്രതിഷേധം KCYM പ്രതിഷേധം പ്രതിഷേധിക്കുക പ്രതിഷേധിക്കുക പ്രതികരിക്കുക നാട്ടാരെ ഊറാറേയും സൂറാറേയും കൊത്തീനായും കാപ്പയും വിശ്വാസത്തെയും പ്രതീകങ്ങളെ തൊട്ടുകളിക്കാൻ നിൽക്കുന്നെങ്കിൽ വിട്ടുതരില്ല കട്ടായം. പ്രതിഷേധം പ്രതിഷേധം KCYM പ്രതിഷേധം 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 KCYM പ്രതിഷേധം